ഹായ് കൂട്ടുകാരെ, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാനിന്നിവിടെ ചേമ്പിൻ്റെ തണ്ട് കൊണ്ടുള്ള ഒരു മുഴുക്ക് വരട്ടിയാണ് തയ്യാറാക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ ചേമ്പിൻ തണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും. ചേമ്പിൻ തണ്ട് മെഴുക്ക് വരട്ടാനായിട്ട് തണ്ടിൻ്റെ തൊലി ഇതുപോലെ കളയണം. 4 വശത്തുമുള്ള തൊലി കളഞ്ഞിട്ട് നീളത്തിന് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കാനുള്ളത്. ഒരു ഇലയുടെ തണ്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായി അതിലേക്ക് നമുക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഇനി 2 പച്ചമുളക് നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആദ്യമേ അരിഞ്ഞു വച്ചിരുന്ന ചേമ്പിൻ്റെ തണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് വഴറ്റാം. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. വെള്ളം ഒഴിക്കാതെയാണ് ഈ മെഴുക്ക് പുരട്ടി എടുക്കുന്നത്. ഇനി നമുക്ക് 1-2 മിനിറ്റ് നേരം ചെറു തീയിലൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കൂടി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ചേമ്പിൻ തണ്ടൊക്കെ വഴണ്ടു വന്നിട്ടുണ്ട്. 1 മിനിറ്റ് നേരം കൂടി ഇളക്കി കൊടുക്കാം. ഇത് കർക്കിടകത്തിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ചേമ്പിൻ തണ്ടിൻ്റെ മുഴുക്ക് വരട്ടിയത് കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഈ ചേമ്പിൻ തണ്ട്. മുഴുക്ക് വരട്ടിയത് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.